ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? ഈ ഒരു ചോദ്യം മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നത് യൂദാസ് കറിയോത്തയാണ്. ക്രിസ്ത്യാനികളായി ജീവിക്കുകയും മാമോദിസ മുങ്ങുകയും പള്ളിയിൽ പോകുകയും കൂദാശ സ്വീകരിക്കുകയും ചെയ്തിട്ട് മറ്റു ദൈവങ്ങളെ വണങ്ങുകയും, അതായത് വിഗ്രഹാരാധന അല്ലെങ്കിൽ കൂടോത്രം, മന്ത്രവാദം, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ചില വിഭാഗം, വളരെ കുറച്ച് വിഭാഗം ആൾക്കാർ ഇന്ന് സഭയിലുണ്ട് എന്നതാണ് സത്യം. എത്രത്തോളം എന്നെനിക്കറിയില്ല, പക്ഷേ അങ്ങനെയുള്ളവരും ഉണ്ട്. അതായത് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുവിൻ്റെ ശക്തി അറിയാമെങ്കിലും ധനത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയോ ആഭിചാരത്തെയോ അല്ലെങ്കിൽ മറ്റ് ദേവന്മാരെന്ന് കരുതുന്നവരെയോ ആരാധിക്കുന്നവരുണ്ട്. അവർ വിഗ്രഹാരാധന മാത്രമല്ല ചെയ്യുന്നത്, സ്വന്തം ലാഭത്തിനു വേണ്ടി യേശുവിനെ ഒറ്റുകൊടുക്കുന്നവരാണ് അവർ യൂദാസിൻ്റെ പാപത്തിൻ്റെ പ്രത്യേകത യേശു നേരിട്ട് പറയാണ് നാശത്തിൻ്റെ പുത്രൻ. വിഗ്രഹാരാധന തന്നെ വലിയൊരു തിന്മയാണ്, ഒന്നാം പ്രമാണ ലംഘനം. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി അത് ചെയ്യുമ്പോഴുള്ള ഒരു ഇൻറ്റൻസിറ്റി, ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അത് യൂദാസ് കറിയോത്തയ്ക്ക് തുല്യമാവുകയാണ് ആ നിമിഷം. നിങ്ങൾ സ്വന്തം ലാഭത്തിന് വേണ്ടി യേശുവിനെ ഒറ്റുകൊടുക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യേശുവിനെ ആ നിമിഷം വേണ്ടാന്ന് വയ്ക്കുന്നു നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി. ഇതുപോലെ തന്നെയാണ് മിശ്ര വിവാഹങ്ങളും. അതായത് നമ്മുടെ സഭയിൽ ജനിച്ച് മാമോദീസ സ്വീകരിച്ച് കൂദാശകൾ സ്വീകരിച്ച ഒരു വ്യക്തി നാളെ കണ്ട ഒരു വ്യക്തിയുമായി അല്ലെങ്കിൽ ഒരു പുരുഷനുമായി അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി സ്നേഹബന്ധത്തിലായി അവർ മറ്റു മതങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസമേ വേണ്ടാന്ന് വെച്ച് പോകുമ്പോൾ അവർക്ക് നിത്യജീവൻ വേണ്ട, അവർക്ക് യേശുവിൻ്റെ ശരീരം വേണ്ട, യേശുവിൻ്റെ രക്തം വേണ്ട, ഇന്നലെ കണ്ട ഒരു വ്യക്തിയോടുള്ള ജീവിതമാണ് വലുതെന്ന് പറയുമ്പോൾ ഇതും യൂദാസ് ചെയ്ത സംഭവം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവരുടെ മക്കൾക്കും അവരത് നിഷേധിക്കും. അങ്ങനെ ജീവിതം നയിക്കുന്ന കുറേ പേരുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ ഒരു തിന്മ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ തിന്മകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അനുതപിച്ച് എത്രയും വേഗം കുമ്പസരിച്ച് യേശുവിലേക്ക് മടങ്ങി വരിക. കാരണം നമ്മൾ രക്ഷയിലേക്കാണ് വിളിക്കപ്പെട്ടിട്ടുള്ളത്. നാശത്തിൻ്റെ പുത്രന്മാരാകാനല്ല, ദൈവമക്കളാകാനാണ് വിളിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവരാജ്യം വളരട്ടെ.